ഉയ് ഉവ്വ. മലയാളത്തിൻ്റെ മഹാനായ നടൻ ശ്രീ തിലകൻ്റെ ഡയലോഗുകൾ ഓർക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഈ മലയാള നാട്ടിൽ. ഞാനും എൻ്റെ ചെറുപ്പകാലം മുതൽക്ക് ഇഷ്ടപ്പെട്ടു പോയ ഒരു ക്രൂരനായ വില്ലനായും സ്വഭാവ നടന്മാരിൽ സ്നേഹമുള്ള ഭർത്താവായും സ്നേഹമുള്ള മുത്തച്ഛനായും മകനോട് അസൂയുള്ള അച്ഛനായും അതേസമയം തന്നെ നർമ്മകഥാപാത്രങ്ങൾ മിഴുവുറ്റ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീ തിലകൻ, അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനമാണിന്ന്. ഞാനും കൂടി ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന അയിരൂർ എന്ന ഗ്രാമപഞ്ചായത്തിൽ PK സുരേന്ദ്രനാഥ തിലകൻ ജൂലൈ 15, 1935 ഇതേ ഗ്രാമപഞ്ചായത്ത് അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ ജന്മം കൊണ്ട ശ്രീ തിലകൻ പത്തനംതിട്ട ജില്ലയിലെ പ്ലാങ്കമണ്ണിൽ അദ്ദേഹത്തിന് വീടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ 6 കുട്ടികൾ അദ്ദേഹത്തിനുണ്ടായി. അതിൽ ഷോബി തിലകൻ, ഷമി തിലകൻ എന്നിവരെ നമുക്കറിയാം, സുപരിചിതമാണ്. മലയാള സിനിമയിൽ അവർ സാന്നിധ്യമാണ്. തിലകൻ നാടകരംഗത്തു നിന്ന് കടന്നു വന്ന ഒരു നടൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പാലപ്പുറത്ത് S. കേശവൻ, അമ്മ ദേവയാനി അമ്മ. 2009 പത്മശ്രീ അവാർഡ് ഏറ്റുവാങ്ങിയ അദ്ദേഹം നാഷണൽ ഫിലിം അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ദേശീയ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതായത് ഋതുഭേദം എന്ന മലയാള ചിത്രത്തിൽ 1988 അഭിനയത്തിന്. അതുകൂടാതെ നാഷണൽ ഫിലിം അവാർഡ് അദ്ദേഹത്തിന് പ്രത്യേക ജൂറി പരാമർശം കിട്ടിയിട്ടുണ്ട്. ഫീച്ചർ ഫിലിമിൽ അഭിനയിച്ചതിന് ഏകാന്തം എന്ന ഫീച്ചർ ഫിലിമിൽ 2007. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ മുംബൈ മലയാളി ജയപ്രകാശ്. അദ്ദേഹത്തിൻ്റെ ദീർഘനിശ്വാസങ്ങൾക്ക് പോലും അഭിനയത്തിൻ്റെ ആഴങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു 8 പവൻ വിലമതിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിരിയിലെ നിഗൂഢമായ അഭിനയം ചേർത്തൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിനെക്കാട്ടിലും വലുത് എൻ്റെ മനസ്സിലെ തോന്നല. പോകേണ്ടവർക്ക് എപ്പായാലും പോയേ പറ്റൂ. പ്രശസ്ത ചലച്ചിത്രകാരി ശ്രീമതി അഞ്ജലി മേനോൻ്റെ വാക്കുകളിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് അവർ ഓർത്തില്ല പോലും. അതായത് അൻവർ റഷീദ് ഇതിൻ്റെ കഥ പറഞ്ഞ് തിലകൻ സാറായിരിക്കും കരീം ഖാ എന്ന് പറയുമ്പോൾ അവർ അതിനുവേണ്ടി ഈ ചിത്രത്തിന് വേണ്ടി കൂടുതൽ വീണ്ടും ചിന്തിച്ച് ആലോചിച്ച് എഴുതിയത്രേ.